സങ്കല്പം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഈശ്വരൻ എന്ന സങ്കല്പം ആരംഭിച്ച കാലം മുതൽ നിരീശ്വരവാദവും പ്രബലമായുണ്ട്. ഈശ്വരൻ എന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരമാത്മാവ് എന്ന ശക്തി വിശേഷണമായാണ് ഭാരതീയ തത്വചിന്തകർ വ്യാഖ്യാനിക്കുന്നത്. അതിനാൽ ഈശ്വരൻ എന്ന പ്രയോഗത്തിനു പകരം പ്രപഞ്ചശക്തി എന്ന് തന്നെ പറയുകയാണെങ്കിൽ നിരീശ്വരവാദം കൊണ്ട് ഇതിനെ ഖണ്ഡിക്കാനാകുമായിരുന്നില്ല. ശക്തി അഥവാ എനർജിയാണ് പ്രപഞ്ചത്തിലെ സകല പ്രവർത്തനത്തിനും ആധാരം എന്ന് പറഞ്ഞാൽ ഏത് ശാസ്ത്രത്തിനാണ് അതിനെ നിഷേധിക്കാനാവുക? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമെങ്കിൽ ആ ശക്തിയെയാണ് പ്രാർത്ഥനയിലൂടെ ഉണർത്തേണ്ടത്. അവിടെ തൻ്റെ പരിമിതികൾ നിരത്തി കരഞ്ഞാൽ പോരാ. ദൈവമേ, നീ കൂടെയുള്ളതിനാൽ എനിക്ക് കഴിയും എന്ന ചിന്തയാണ് വേണ്ടത്. ആത്മവിശ്വാസം എത്രയുണ്ടോ ഈശ്വരവിശ്വാസവും അത്രയുണ്ടാകണം. അതനുസരിച്ചാവും ഫലസിദ്ധി. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാരാം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാരാം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാരാം.
രാധാരമണ 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 ഭൂമിയിലെ ജീവന്റെ നശ്വരത, ബന്ധങ്ങളുടെ അർത്ഥമില്ലായ്മ, ആത്മാവിന്റെ നിർഗുണത്വം എന്നിവ ലളിതമായി വിവരിക്കുന്ന ഒരു കഥയാണ് ചിത്രകേതുവിൻ്റേത്. ഇന്നത്തെ കഥയമമ്മ ചിത്രകേതുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളൊക്കെ ഒരു മനുഷ്യജന്മം കിട്ടി ഈ ഭൂമിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് നമ്മളുടെ ബന്ധുജനങ്ങളെയാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ എൻ്റെ മകന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ആധ്യാത്മികമായിട്ടുള്ളൊരു പാതയിൽ ചിന്തിക്കുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊന്നും അവിടെ നമ്മൾ കരുതുന്ന അത്ര ഒരു സ്ഥാനം ഇല്ല എന്ന് ആധ്യാത്മികമായ പാതയിൽ ചിന്തിച്ചിട്ടുള്ള മഹാത്മാക്കൾ നമ്മളെ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ആ ചിന്ത വളർത്തുന്ന ആളുകൾക്ക് വൈരാഗ്യാവസ്ഥ ഉണ്ടാവുന്ന പറയുക വെച്ചാൽ, ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്താണെന്നുള്ള ബോധം എനിക്കുണ്ടെന്നും ആ പരമമായിട്ടുള്ള ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും ഈ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുമല്ല യഥാർത്ഥത്തിലുള്ള എൻ്റെ ബലം ഇരിക്കുന്നത്, അത് എന്നിൽ തന്നെയാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ആ ചിന്ത വളർത്തുന്ന ഒരു കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ചിത്രകേതുവിൻ്റെ കഥ, അല്ലെങ്കിൽ ചിത്രകേതു ഉപാഖ്യാനം എന്ന പേരിൽ ഭാഗവതത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ആദ്യം ആ കഥ കേൾക്കാം, അതിനുശേഷം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ചിത്രകേതു എന്ന് പറയുന്ന രാജാവ് സൂര്യസേന രാജ്യത്തെ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാര്യയിലും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്ത അച്ഛൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ രാജ്യത്ത് സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൂടി വന്നപ്പോഴും സ്വന്തമായിട്ടൊരു കുട്ടിയില്ലല്ലോ, എൻ്റെ രാജ്യം ഭാവിയിൽ അനാഥാവുമല്ലോ എന്നുള്ള ചിന്ത എപ്പോഴും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വിഷമിച്ച് രാജ്യകൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മഹാത്മാവ് കയറി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിരസ് എന്നാണ്. അദ്ദേഹമാണ് അഥർവവേദത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവായിട്ട് പറയാറുള്ളത്, അങ്കിരസ് മഹർഷി. ആ മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിഷമാവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം. പാവൻ രാജാവ് കുറേ ആയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, എന്തെങ്കിലും ഇയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. മഹാത്മാവിനെ കണ്ടപ്പോൾ രാജാവും വേണ്ട തരത്തിൽ ഉപചരിച്ച് പൂജയൊക്കെ കൊടുത്തപ്പോൾ രാജാവും പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണേ. എന്തായാലും അങ്കിരസ് ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൻ്റെ അവസാനം അതിൽ നിന്ന് ഒരു ചൈതന്യവാനായിട്ടുള്ള പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പായസം ഉണ്ടായിരുന്നു. ആ പായസം അദ്ദേഹം ചിത്രകേതുവിന് കൊടുത്തു. ചിത്രകേതു തൻ്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന കൃതദ്യുതി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് അത് കൊടുത്തു. കൃതദ്യുതി അത് കഴിച്ചു, ഗർഭിണിയായി, പ്രസവിച്ചു. നല്ല ചൈതന്യവാനായിട്ടുള്ള ഒരാൺകുട്ടി. ആ കുട്ടിയെ ഇങ്ങോട്ട് കിട്ടിയതോടുകൂടി ചിത്രകേതുവിന് പിന്നെ രാജ്യവും വേണ്ട, ഭാര്യമാരും വേണ്ട, ഒന്നും വേണ്ട. എപ്പോഴും ആ കുട്ടി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ചിത്രകേതുവിനുണ്ടായിരുന്നത്. എപ്പോഴും ആ കുട്ടിയുടെ കൂടെ രാജാവാണെന്ന് പോലും മറന്നുകൊണ്ട് കളിക്കുക, ആ കുട്ടി പറയുന്നതൊക്കെ ആ ക്ഷണം സാധിപ്പിച്ചു കൊടുക്കുക. അത്ര വലിയൊരു ബന്ധമായിരുന്നു ആ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെ നാളുകളിലൂടെ കടന്നുപോയി. അച്ഛനും ഭാര്യയും മകനും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ, ഈ മകനെ കിട്ടിയതോടുകൂടി രാജാവ് തങ്ങളെയൊന്നും വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയ ചിത്രകേതുവിൻ്റെ മറ്റ് ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നി, ഇനിയും ഈ രംഗം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ പടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ കുട്ടിയാണ് രാജാവിൽ നിന്ന് നമ്മളെ അകറ്റിയത്. അവനില്ലാതായാൽ രാജാവ് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരും എന്ന ചിന്തയോടുകൂടി ഈ കുട്ടിക്ക് വിഷം കൊടുത്ത് ബാക്കിയുള്ള സപത്നിമാര് ചിത്രകേതുവിൻ്റെ കുട്ടിയെ വധിച്ചു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു. ചിത്രകേതു കാണുന്നത് താൻ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന തൻ്റെ കുട്ടി അതാ അവിടെ മൃതശരീരമായിട്ട് കിടക്കുന്നതാണ്. ആ കുട്ടിയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ചിത്രകേതുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. അദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി. എനിക്ക് ഈ ഗതികേട് വന്നല്ലോ,
ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുട്ടി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി അച്ഛനും അമ്മയും നന്നായിട്ടിരുന്ന് കരഞ്ഞു. ആ കരയുന്ന രംഗത്തിലേക്കാണ് നേരത്തെ ഈ യാഗം നടത്തിയ അംഗിരസ് മഹർഷിയും നാരദ മഹർഷിയും വന്നത്. നാരദ മഹർഷിയും അംഗിരസ് മഹർഷിയും കണ്ടതോടുകൂടി അദ്ദേഹത്തിന് വിഷമം കൂടി. അവർ രണ്ടുപേരെയും നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് ഒന്ന് ജീവൻ തിരിച്ചു തരണ പ്രവർത്തനങ്ങൾ ചെയ്യൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ രാജ്യം തരാം, എൻ്റെ സമ്പത്ത് തരാം, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം അംഗിരസ് മഹർഷി അദ്ദേഹത്തെ ഉപദേശിച്ചു, വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല, ഇത് ഭഗവത് ഇച്ഛയായിട്ട് കണ്ടുകൊണ്ട് സമാധാനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ചിത്രകേതുവിന് സമാധാനമായില്ല. എനിക്ക് ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വാശി പിടിച്ചു. ആ സമയത്ത് ഏറ്റവും പരമകാരുണികനായിട്ടുള്ള നാരദ മഹർഷി ഒരു മന്ത്രം ചൊല്ലി അവിടെ നിന്നാണ്. ആ മന്ത്രം ചൊല്ലിയപ്പോൾ ഈ കുട്ടിയുടെ മരിച്ച ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദ മഹർഷി ആത്മാവിനോട് പറഞ്ഞു, മോനെ, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം നീ മാറ്റി കൊടുക്ക്, അവർ നിന്നെ കാണാഞ്ഞിട്ട് ഇവിടെ വിഷമിക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി ആ കുട്ടിയുടെ ആത്മാവ് സംസാരിച്ചത്, ഏതച്ഛനെയും അമ്മയെയും കുറിച്ചാണ് മഹർഷേ അങ്ങ് പറയുന്നത് എന്നാണ്. ഇത് കേൾക്കുന്ന ചിത്രകേതുവിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ ആത്മാവ് വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്, എനിക്ക് സ്ഥിരമായിട്ട് ഒരച്ഛനുമില്ല, എനിക്കൊരമ്മയില്ല, ഞാൻ എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അടുത്തൊരു ജന്മത്തിൽ മറ്റൊരച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിക്കുമായിരിക്കും. അതുകൊണ്ട് എനിക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളുമില്ല, ഞാൻ സ്വതന്ത്രനാണ്. ഇദ്ദേഹത്തിൻ്റെ കുട്ടി അദ്ദേഹത്തിന് മുമ്പിൽ കിടക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്നാണ് ആ ആത്മാവ് പറഞ്ഞത്രേ. എന്തായാലും ആ സമയത്ത് ആ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള പരമമായിട്ടുള്ള ചൈതന്യത്തെക്കുറിച്ചുള്ള ചിന്ത ചിത്രകേതുവിന് ഉണ്ടായത് എന്നാണ്. വിഷമമൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം നാരദ മഹർഷിയെ നമസ്കരിച്ചു. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വിദ്യാധിരാജൻ എന്ന പദവിയിലേക്ക് ഉയർന്നു എന്നാണ്. ഈ യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധിരാജന്മാർ എന്നൊക്കെ പറയും, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അതിലേക്ക് ഉയർന്നു എന്നാണ്. അങ്ങനെ വിദ്യാധിരാജനായിട്ട് മാറിയ ചിത്രകേതു പാർവതീ ദേവിയുടെ ശാപം കൊണ്ട് വൃത്രാസുരനായിട്ട് പിന്നീട് ജനിക്കുകയും ഇന്ദ്രന്റെ കൈകൊണ്ടുള്ള മരണത്തിലൂടെ ഭഗവാൻ ഇച്ഛ കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു എന്നുമാണ് ചിത്രകേതുവിൻ്റെ കഥ. ഈ ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു ലൗകിക ജീവിതത്തിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ട പരിഗണനയൊക്കെ കൊടുക്കണം. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് പ്രപഞ്ച സത്യം എന്നുള്ള ഒന്നുണ്ട് എന്നുള്ള ബോധ്യം നിരന്തരം നമ്മൾക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചിലർക്ക് വിഗ്രഹം കണ്ടു തൊഴുന്നതാണ് സന്തോഷം, മറ്റു ചിലർക്ക് ക്ഷേത്രത്തിലെ കൊത്തുപണികളിലായിരിക്കും താല്പര്യം. ഇത്തരത്തിലുള്ള ഏവർക്കും മാനസിക സന്തോഷം പകരുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശൂലീനന്ദന പാർവതീ തനയനേ ഏകദന്ത ഗജാനന സൽകർമ്മമേതും തുടങ്ങിടുമ്പോൾ വിഘ്നമകറ്റിക്കാത്തിടുവാൻ. ഹൈന്ദവ വിശ്വാസത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാമത്താൽ രൂപം കൊണ്ട നഗരമാണ് തിരുവനന്തപുരം. ഭഗവാൻ ഇവിടെ അനന്തശായിയാണ്. നഗരത്തിന്റെ തെക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഭഗവാന്റെ ശിരസിന്റെ സ്ഥാനത്താണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉടൽ. ഭഗവാന്റെ തൃപ്പാദം വടക്ക് ദിശയിൽ തൃപ്പാപ്പൂരിലാണെന്നും വിശ്വസിച്ചു പോരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ക്ഷേത്രമാണ് കഴക്കൂട്ടം തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ സന്നിധി. അനന്തന്റെ പുറത്ത് പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ പാദസാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേര് ലഭിച്ചത്. ഐതിഹ്യങ്ങൾ കൊണ്ടും ചരിത്ര പഴമ കൊണ്ടും സമ്പന്നമായ ഈ മഹാക്ഷേത്രത്തിലേക്കാണ് ഇന്ന് സന്ധ്യാദീപത്തിനായി മംഗളാരതി തൊഴാൻ പോകുന്നത്. നഗരത്തിനുള്ളിലായിട്ടും
ഇന്നും ഗ്രാമഭംഗി വിട്ടുപോകാത്ത പ്രശാന്തമായ അന്തരീക്ഷമാണ് തൃപ്പാദപുരം ക്ഷേത്ര പരിസരമാകെ. ക്ഷേത്രസന്നിധിയിൽ എത്തുന്ന ഭക്തരുടെ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിലെ വിശാലമായ കുളം. പ്രധാന ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് പാറപ്പുറത്ത് ചതുരാകൃതിയിൽ ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ഇവിടെ പാറപ്പുറത്ത് പാദം പതിഞ്ഞ അടയാളം വ്യക്തമായി കാണാം. ഈ പാദം മഹാവിഷ്ണുവിൻ്റേതാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേരുണ്ടാകാൻ കാരണം ദേവന്റെ പാദസാന്നിധ്യമാണെന്നതിന് ഒരു തെളിവ് കൂടിയാണത്. പരമഭക്തനും ജ്ഞാനിയുമായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ ഇവിടത്തെ കാനന നിശബ്ദതയിൽ തപസ് ചെയ്തിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. തപസ്സനുഷ്ഠിച്ച സ്വാമിയാരുടെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വച്ച് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം ഭാഗികമായി ദർശിക്കാനേ ഭാഗ്യമുണ്ടായുള്ളൂ. അതായത് ഭഗവാന്റെ പാദം മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭഗവാന്റെ പൂർണ്ണരൂപം ദർശിക്കുന്നതിനായി സ്വാമിയാർ തെക്കോട്ട് യാത്ര ചെയ്തു. ഏറെ ദൂരമൊന്നുമില്ലാത്ത യാത്രക്കിടയിൽ സ്വാമിയാരുടെ പ്രാർത്ഥന സ്വീകരിച്ച ഭഗവാൻ മഹാവിഷ്ണു തന്റെ രൂപം സ്വയം ചെറുതാക്കി 18 അടി വലിപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ടുവത്രേ. ദർശനം ലഭിച്ച രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ അതേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. സ്വാമിയാർ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഇന്നിപ്പോൾ ലോകമെങ്ങും പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാന്റെ പാദദർശനമുണ്ടായ സ്ഥലത്ത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിലൂടെ പ്രദേശത്തിന് തൃപ്പാദപുരം എന്ന സ്ഥലനാമവും ലഭിച്ചു. തൃപ്പാദപുരം ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരന് കിരാതമൂർത്തി ഭാവമാണ്. വട്ടക്കോവിൽ മാതൃകയിലുള്ള ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഭഗവാന് തൊട്ടുമുന്നിൽ നമസ്കാര മണ്ഡപം. മണ്ഡപത്തിന്റെ മച്ചിലെ അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങൾ പൗരാണിക പാരമ്പര്യം വിളിച്ചു പറയുന്നു. ഉത്തരക്കെട്ടിൽ മുകളിലത്തെ കോണുകളിൽ വ്യാളി രൂപങ്ങളും ഗജമുഖങ്ങളും അടക്കം നിരവധി ക്ഷേത്രശില്പങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലമ്പലവും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരത്തിന്റെ പ്രൗഢി ക്ഷേത്രത്തിന്റെ പഴമയുടെ മഹത്വം വിളിച്ചു പറയുന്നു. മഹാദേവന് അഭിമുഖമായി അകലെയല്ലാതെ കിഴക്കുമാറിയാണ് മഹാവിഷ്ണു ക്ഷേത്രം. മഹാദേവനെ കാണത്തക്ക വിധം പടിഞ്ഞാറോട്ട് ദർശനമായാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ. പ്രപഞ്ച പരിപാലനത്തിന് ഉടമകളായ ഇരുദേവന്മാരും മുഖാമുഖമായി വന്നതിന് പിന്നിലുമുണ്ട് ഐതിഹ്യം. സതീ വിരഹം മൂലം കോപാന്ധനായ മഹാദേവൻ തന്നെ അപമാനിച്ച ദക്ഷന്റെ അഹങ്കാരത്തിന് പകരം ചോദിക്കാൻ തുനിഞ്ഞു. അതനുസരിച്ച് ഭഗവാൻ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിക്ക് ജന്മം നൽകി. അതിനുശേഷം കോപിഷ്ഠനായ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ശ്രീ പരമേശ്വരന്റെ കോപം ശമിപ്പിച്ച് ഭഗവാനെ സാത്വിക ഭാവത്തിലെത്തിക്കാൻ മഹാവിഷ്ണുവിനായി പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചുവെന്നും സങ്കല്പമുണ്ട്. നാലമ്പലത്തിൽ ഒരു ശിവലിംഗം അഥവാ ഇടം കൊടുത്ത മഹാദേവൻ തെക്കുവശത്ത് പാറയ്ക്കുള്ളിലെ ഗുഹയിൽ മഹേശ്വരത്ത് മഹാദേവന്റെയും കൺമൂല മഹാദേവന്റെയും പ്രതിഷ്ഠ, കൂടാതെ അലവരൻ മഹാദേവനും തൃപ്പാദവുമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിനുള്ളിലെ മറ്റൊരു പ്രത്യേകതയാണ് നയനതീർത്ഥം. പാറപ്പുറത്ത് നയനാകൃതിയിലുള്ള നീരുറവ വേനൽക്കാലത്ത് വറ്റിപ്പോവുകയോ വർഷകാലത്ത് കവിഞ്ഞൊഴുകുകയോ ചെയ്യുന്നില്ല എന്നത് ഭക്തരെ വിസ്മയപ്പെടുത്തുന്നു. ഇവിടെ വഴിപാടുകൾ സമർപ്പിച്ചാൽ കണ്ണുരോഗം മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുപോലെ തന്നെ അപസ്മാരം, കുഷ്ഠം മുതലായ രോഗങ്ങൾ പിടിപെട്ട നിരവധി ആളുകൾ തൃപ്പാപ്പൂരിലെത്തി പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കുമെന്ന വിശ്വാസവുമുണ്ട്. പത്മനാഭസ്വാമിയുടെ പാദമായ തൃപ്പാദം എന്നാണ് ഈ സ്ഥലത്തെ ഇതെങ്കിലും എഴുത്തുകുത്തിൽ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മഹാദേവനും മഹാവിഷ്ണുവിനും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരമ്പലമാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളാണ് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ഫുള്ളായിട്ട് പ്രദക്ഷിണം വെച്ച് ഓം മുറിച്ച് പ്രദക്ഷിണം നടത്തുന്നത്. അതിലൊന്ന് നമ്മുടെ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്.
ഇവിടുത്തെ സവിശേഷതകളിൽ ഒന്നാണ് ആദിയോഗി അഥവാ മഹാദേവരുടെ 51 അടി ഉയരമുള്ള ശില്പം. ക്ഷേത്രത്തിലെ ആറാട്ടുകുളത്തിന്റെ കിഴക്കുഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന പാറയിലാണ് ആദിയോഗിയുടെ ധ്യാനനിദ്രമായ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഉപദേവതകൾക്കെല്ലാം പ്രത്യേക ശ്രീകോവിലും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ശാസ്താവും ഗണപതിയും വരാഹവും ഭഗവതിയും നാഗരുമെല്ലാം തൃപ്പാദപുരം ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു. സ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേ. മുൻപിവിടെ പുണ്യതീർത്ഥമെന്നും പാപതീർത്ഥം എന്നും 2 കുളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ഈ തീർത്ഥങ്ങൾക്ക് നടുവിലായി തേന്മാവുണ്ടായിരുന്നു. ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷി. പാപതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പുകളിൽ വിളഞ്ഞത് കൈപ്പുള്ള മാമ്പഴങ്ങളും പുണ്യതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പിൽ നിന്ന് മധുരമുള്ള മാമ്പഴങ്ങളും ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ശീതാംശുശോഭിത കിരീട വിരാജമാനം ഫാലേക്ഷണാനല വിശോഷിത പഞ്ചബാണം നാഗാധിപാരചിത ഭാസുര കർണപൂരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. പഞ്ചാനനം ദുരിതമത്തമതംഗജാന. ശിവരാത്രിയോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് പുറമെ 8 ദിവസവും 10 ദിവസവും വീതം നീണ്ടുനിൽക്കുന്ന വേറെ 2 ഉത്സവങ്ങൾ കൂടി തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു. വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. തുലാമാസത്തിലെ തിരുവാതിരയ്ക്ക് തുടങ്ങി അത്തം ആറാട്ടായി 8 ദിവസവും മീനത്തിലെ രോഹിണിയിൽ കൊടിയേറി അത്തം ആറാട്ടായി 10 ദിവസവുമാണ് ഈ ഉത്സവങ്ങൾ. പ്രമേയം നാഗാത്മകം സകല നിഷ്കളമാത്മരൂപം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദ. തുലാമാസത്തിലെ ആറാട്ട് ക്ഷേത്രകുളത്തിലാണ് നടത്തുന്നത്. എന്നാൽ മീനമാസത്തിലെ ആറാട്ട് സമുദ്രത്തിലാണ് നടത്തിവരുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖം കടലിൽ നടക്കുന്ന ദിവസം തൃപ്പാദപുരത്തു നിന്നും ഭഗവാനും കടൽക്കരയിലെത്തി ആറാട്ട് നടത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മാത്രവുമല്ല, ഒരേ വർഷത്തിൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളോടെ 2 മാസങ്ങളിലായി കൊടിയേറ്റി ഉത്സവം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം. പ്രകടിപ്പിക്കാത്ത സ്നേഹം ചിലപ്പോൾ പ്രയോജനരഹിതമായി പോയേക്കാം. സ്നേഹം മനസ്സിൽ ഒളിച്ചു വെക്കാനുള്ളതല്ല, എന്നാൽ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഗുണത്തോടൊപ്പം സംതൃപ്തിയും നൽകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.